143 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ 100 കോടി ആളുകളും കടുത്ത സാമ്പത്തിക ഞെരുക്കം നേരിടുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ. വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനമായ ബ്ലൂം വെഞ്ചേഴ്സ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. 13 മുതൽ 14 കോടി ജനങ്ങൾ മാത്രമാണ് കൺസ്യൂമിംഗ് ക്ലാസ്സിലുള്ളത്. അതായത് ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷവും ഇത്രയും ജനങ്ങൾക്ക് മാത്രമാണ് കയ്യിൽ ചെലവാക്കാൻ പണമുള്ളത്. എമർജിംഗ് ഉപഭോക്താക്കളായുള്ളത് 30 കോടി ജനങ്ങളാണ്. ഇവർ പതുക്കെ പണം ചെലവഴിച്ചു തുടങ്ങിയവരാണ്. ഡിജിറ്റൽ പേയ്മെന്റ് ഉൾപ്പെടെയുള്ളവ വന്നതോടെയാണ് ഇവർക്ക് പണം ചെലവാക്കാൻ തോന്നി തുടങ്ങിയത്. ശേഷിക്കുന്ന 100 കോടി ജനങ്ങളുടെ കയ്യിൽ തങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ചെലവാക്കാനുള്ള പണം മാത്രമാണുള്ളത്. ജനസംഖ്യയിൽ സാമ്പത്തിക ഭദ്രതയുള്ള 10% പേരാണ് ഇന്ത്യയുടെ ഉപഭോക്തൃ വിപണിയെ മുന്നോട്ട് നയിക്കുന്നത്. ഇവരാണ് സമ്പദ് വ്യവസ്ഥയെ വളർച്ചയുടെ ട്രാക്കിൽ പിടിച്ചു നിർത്തുന്നത്. ഇന്ത്യയിൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെ 10% ജനങ്ങളാണ് രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 57.7% കൈവശം വെച്ചിട്ടുള്ളത്. 1990-ൽ ഇത് 34% മാത്രമായിരുന്നു. ഫിനാൻഷ്യൽ സേവിങ്സ് മോശമായതും കടബാധ്യത കൂടിയതും നിരവധി കുടുംബങ്ങളെ അലട്ടുന്നുണ്ട്. പല ബ്രാൻഡുകളും വിപണിയെ വിശാലമായി സമീപിക്കുന്നതിന് പകരം ഒരു വിഭാഗം ഉപഭോക്താക്കളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യ തങ്ങളുടെ വരുമാനത്തിന്റെ 33%-ൽ തുകയും വായ്പ അടയ്ക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് നേരത്തെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. കൊൽക്കത്ത ചെന്നൈ യാത്രയ്ക്ക് 3 മണിക്കൂർ മാത്രമുള്ള സീ ഗ്ലൈഡറിനെ പ്രശംസിച്ച് ആനന്ദ് മഹീന്ദ്ര. IIT മദ്രാസിന്റെ ഇൻക്യുബേഷൻ സെല്ലിന്റെ പിന്തുണയോടെ വാട്ടർഫ്ലൈ ടെക്നോളജീസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ നവീന ആശയത്തിന് പിന്നിൽ. രാജ്യത്തിന്റെ ഗതാഗത മേഖലയിൽ ഇനിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന സംവിധാനം ഇലക്ട്രിക് സീ ഗ്ലൈഡേഴ്സ് ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഏറ്റവും വേഗതയുള്ളതും ചിലവ് കുറഞ്ഞതുമായ സംവിധാനമായിരിക്കും ഇതെന്നാണ് കരുതപ്പെടുന്നത്. IIT മദ്രാസിന്റെ ഇൻക്യുബേഷൻ സെല്ലിന്റെ പിന്തുണയോടെ വാട്ടർഫ്ലൈ ടെക്നോളജീസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി നടപ്പാക്കുന്ന ഈ ഗതാഗത സംവിധാനത്തെ പ്രകീർത്തിച്ച് മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാനായ ആനന്ദ് മഹീന്ദ്ര തന്നെ രംഗത്തെത്തിയിരുന്നു. പുരോഗമനപരമായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ IIT മദ്രാസും സിലിക്കൺ വാലിയോട് മത്സരിക്കാൻ പ്രാപ്തരാണെന്നാണ് ആനന്ദ് മഹീന്ദ്ര അഭിപ്രായപ്പെടുന്നത്. നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ അനുകൂലിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ളത്. IIT മദ്രാസിന്റേതായി പുതിയ ടെക് വെഞ്ചർ വാർത്തകളാണ് ഓരോ ആഴ്ചയിലും പുറത്തുവരുന്നത്. വിങ് ക്രാഫ്റ്റിനെ കുറിച്ചുള്ള വാർത്തയിൽ നമ്മുടെ വിശാലമായ ജലപാതയെ ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ എന്നെ ആകർഷിച്ചത് ഈ ക്രാഫ്റ്റിന്റെ രൂപകൽപ്പനയാണെന്നാണ് ആനന്ദ് മഹീന്ദ്ര സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് സീ ഗ്ലൈഡർ എന്ന ചെലവ് കുറഞ്ഞതും വേഗതയേറിയതുമായ ജലഗതാഗത സംവിധാനം ഒരുക്കാനുള്ള നീക്കത്തിലാണ് വാട്ടർഫ്ലൈ ടെക്നോളജീസ് എന്ന കമ്പനിയുടെ സഹസ്ഥാപകനായ ഹർഷ് രാജേഷ് എയ്റോ ഇന്ത്യ 2025-ൽ അറിയിച്ചിരുന്നു. വിങ് ഇൻ ഗ്രൗണ്ട് ക്രാഫ്റ്റുകൾ ഉപയോഗിച്ചായിരിക്കും ഈ സംവിധാനം ഒരുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുകയും സമുദ്രനിരപ്പിൽ നിന്ന് 4 മീറ്റർ വരെ ഉയരത്തിൽ പറക്കുകയും ചെയ്യുന്നതാണ് സീ ഗ്ലൈഡർ. കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈ വരെയുള്ള 1600 കിലോമീറ്റർ ദൂരം വെറും 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ സവിശേഷത. ഇതിന് ചെലവ് വരുന്നതാകട്ടെ വെറും 600 രൂപയാണെന്നും നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.